നിയമസഭാ കാർത്തികേയൻ അന്തരിച്ചു. ബംഗളൂരുവിലെ HCG ആശുപത്രിയിലായിരുന്നു അന്ത്യം. കേരളത്തിലെ കരളിലെ അർബുദ രോഗബാധയെ തുടർന്ന് ഏറെ നാളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. പ്രത്യേക വിമാനത്തിൽ നാട്ടിലെത്തിച്ച G. കാർത്തികേയന്റെ മൃതദേഹം നാളെ വൈകിട്ട് തൈക്കാട് ശാന്തി കവാടത്തിൽ സംസ്കരിക്കും. കരളിലെ ക്യാൻസർ ബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു സ്പീക്കർ G. കാർത്തികേയൻ. 17 ദിവസമായി ബംഗളൂരുവിലെ ഹെൽത്ത് കെയർ ഗ്ലോബൽ ആശുപത്രിയിൽ ഓങ്കോളജി വിഭാഗം ICUവിലായിരുന്നു. ഇന്നലെ രാത്രി മുതൽ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു അദ്ദേഹം. 9 മണിയോടെ തന്നെ അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചെങ്കിലും 10:30യോടെയാണ് ഔദ്യോഗിക സ്ഥിരീകരണമുണ്ടായത്. മരണസമയത്ത് ഭാര്യ ഡോക്ടർ സുലേഖയും മക്കളായ അനന്തപത്മനാഭനും ശബരിനാഥും ഒപ്പമുണ്ടായിരുന്നു. മരണവാർത്ത സ്ഥിരീകരിച്ചതോടെ മൃതദേഹം തിരുവനന്തപുരത്തേക്ക് എത്തിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ സംസ്ഥാന സർക്കാർ ദ്രുതഗതിയിൽ പൂർത്തിയാക്കി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയടക്കമുള്ളവർ 12 മണിയോടെ ബംഗളൂരുവിലേക്ക് പുറപ്പെട്ടു. ചെന്നിത്തലയുടെ നേതൃത്വത്തിലാണ് ബംഗളൂരുവിൽ ഒരുക്കങ്ങൾ പൂർത്തിയായത്. മുംബൈയിൽ നിന്നുള്ള പ്രത്യേക വിമാനം ബംഗളൂരുവിലെത്തിച്ച് അവിടെ നിന്നാണ് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടത്. ഇന്ന് മുഴുവൻ ഔദ്യോഗിക വസതിയിലാണ് പൊതുദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. നാളെ നിയമസഭയിലും ദർബാർ ഹാളിലും KPCC ആസ്ഥാനത്തും പൊതുദർശനം. G. കാർത്തികേയൻ 6 തവണ പ്രതിനിധീകരിച്ച ആര്യനാട് പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നുണ്ട്. ശാസ്തമംഗലത്തെ വസതിയിലാണ് അന്ത്യകർമ്മങ്ങൾ. 6 മണിയോടെ തൈക്കാട് ശാന്തി കവാടത്തിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. ന്യൂസ് ഡെസ്ക്. KSUവിന്റെ യൂണിറ്റ് പ്രസിഡന്റായാണ് G. കാർത്തികേയൻ രാഷ്ട്രീയ ജീവിതം തുടങ്ങിയത്. സംശുദ്ധ രാഷ്ട്രീയ ജീവിതത്തിന്റെ ഉടമയായിരുന്നു G. കാർത്തികേയൻ. കോൺഗ്രസിൽ യുവ പോരാളിയും തിരുത്തൽവാദിയും പിന്നീട് മിതവാദിയുമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം. കാർത്തികേയൻ ഉൾപ്പെട്ട മൂവർ സംഘം ഉയർത്തിയ തിരുത്തൽവാദ രാഷ്ട്രീയം സംസ്ഥാന കോൺഗ്രസിലെ ഉഷ്ണമാപുനി ഉയർത്തുന്ന 90കളുടെ തുടക്കം. മലയാളത്തിലെ ഒരു പ്രധാന ദിനപത്രത്തിൽ കാർത്തികേയനെ കഥാപാത്രമാക്കി ഒരു കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചു. വീണുകിടക്കുന്ന കാർത്തികേയന്റെ തലയിൽ ലീഡർ കരുണാകരൻ കാളിയമർദ്ദനം നടത്തുന്നു. രാഷ്ട്രീയ ജീവിതം അവസാനിച്ചു എന്ന് മാധ്യമങ്ങളെല്ലാം വിധിയെഴുതിയ കാർത്തികേയന്റെ പരീക്ഷണ നാളുകൾ. വീണുപോയി എന്ന് പലരും അടക്കം പറഞ്ഞിട്ടും കാർത്തികേയൻ തിരിച്ചു വന്നിട്ടുണ്ട്. ഒരിക്കലല്ല, പലവട്ടം. ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ഈ മാന്ത്രികത തന്നെയാണ് കാർത്തികേയന്റെ രാഷ്ട്രീയ മൂലധനവും. ഗോപാലപിള്ള കാർത്തികേയൻ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കെന്നും ഒരു പാഠപുസ്തകമാണ്. വായനയും ഉയർന്ന ചിന്തയും ഒത്തുചേരുന്ന ദൈക്ഷണിക പ്രതിഭാവിലാസത്തിന്റെ ഒറ്റപ്പെട്ട തുരുത്തായിരുന്നു കോൺഗ്രസിൽ കാർത്തികേയൻ. ആൾക്കൂട്ടത്തിലെ ആരവങ്ങളെക്കാൾ കുടജാദ്രിയിലെ സ്വച്ഛത ഇഷ്ടപ്പെട്ടിരുന്നു ഈ രാഷ്ട്രീയത്തിലെ ഏകാന്തപഥികൻ. തനിക്ക് ശരിയെന്ന് തോന്നുന്ന വഴികളിലൂടെ മാറി നടക്കാനായിരുന്നു ജെന്റിൽമാനായ ഈ പഴയ യുവതുർക്കിക്ക് എന്നും ഇഷ്ടം. 1978 ആന്റണിയുടെ നേതൃത്വത്തിൽ യുവനിര ഒന്നടങ്കം പാർട്ടി വിട്ട് പുറത്തുപോയപ്പോൾ KSUവിനെ നയിക്കാൻ കരുണാകരൻ നിയോഗിച്ചത് കാർത്തികേയനെ. ശൈലീവല്ലഭനായ കാർത്തികേയൻ പ്രസംഗിക്കാത്ത ഒരു കവലയും അക്കാലത്ത് കേരളത്തിൽ ഉണ്ടാവില്ല. സ്വന്തം കൈരേഖ പോലെ ഹൃദിസ്ഥമായിരുന്നു കാർത്തികേയന് കേരളത്തിലെ തെരുവോരങ്ങൾ. സെനറ്റ് മെമ്പർ മുതൽ കേരള സ്പീക്കർ വരെ, KSU യൂണിറ്റ് പ്രസിഡന്റ് മുതൽ KPCCയുടെ ഏക വൈസ് പ്രസിഡന്റ് വരെ, ജയൻ കില്ലറായ K. അനിരുദ്ധനെയും തറപറ്റിച്ച മിന്നുന്ന തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ, മന്ത്രിയും സ്പീക്കറുമായിരുന്ന നല്ല നാളുകൾ. ഏറ്റവും ഒടുവിലായി രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഏകസ്വരത്തിൽ ആവശ്യപ്പെട്ടിട്ടും കാർത്തികേയന് സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ ഇരിക്കാനാവാതെ പോയത് നിർഭാഗ്യം ഒന്നുകൊണ്ട് മാത്രം. പടലപ്പിണക്കങ്ങളും ഗ്രൂപ്പ് പോരുകളും കൊണ്ട് മുഖരിതമായ സംസ്ഥാന കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇത്രയും നാൾ ഒരു ഗ്രൂപ്പിലുമില്ലാതെ പിടിച്ചു നിൽക്കാനായി എന്നത് കാർത്തികേയന്റെ രാഷ്ട്രീയ ഔന്നിത്യമാണ് കാണിച്ചു തരുന്നത്. ധാർമ്മികാധപതനങ്ങൾ തോറ്റമാടുന്ന വർത്തമാനകാലത്ത് ആദർശോന്മുഖ രാഷ്ട്രീയത്തിന്റെയും മൗലികതയുടെയും ഒരു മുഖശ്രീ കൂടിയാണ് കേരള രാഷ്ട്രീയത്തിന് നഷ്ടമാവുന്നത്. S. ജീവൻകുമാർ, പൊളിറ്റിക്കൽ ഡെസ്ക്. അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ ഔദ്യോഗിക വസതിയിലാണ് പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നത്. അവിടെ നിന്നുള്ള വിവരങ്ങൾ കൂടി ലഭ്യമാക്കാം. മറ്റൊരു വാർത്തയിലേക്ക്. തൊട്ടരികത്ത് എത്തിയിട്ടും തട്ടിത്തെറിപ്പിക്കപ്പെട്ട KPCC അധ്യക്ഷ സ്ഥാനമെന്ന മോഹം ബാക്കി വെച്ചാണ് G. കാർത്തികേയൻ വിടവാങ്ങുന്നത്. മുഴുവൻ ഗ്രൂപ്പുകളും ഒരുമിച്ച് നിർദ്ദേശിച്ചിട്ടും G. കാർത്തികേയൻ ഒഴിവാക്കപ്പെട്ടിരുന്നു. നേതൃശേഷിയിൽ എന്നും ഒന്നാമനായിരുന്നുവെങ്കിലും രാഷ്ട്രീയ കണക്കുകൂട്ടലുകൾ GKയുടെ കാര്യത്തിൽ പലപ്പോഴും പിഴച്ചു. KPCC അധ്യക്ഷ പദവി ഏറ്റവും ഒടുവിൽ ചർച്ചയായപ്പോൾ കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെട്ടത് GK എന്ന G. കാർത്തികേയനായിരുന്നു. കോൺഗ്രസിലെ പ്രബല ഗ്രൂപ്പുകൾ ഒരേ സ്വരത്തിൽ നിർദ്ദേശിച്ചിട്ടും GKയുടെ പേര് അവസാന നിമിഷം ഒഴിവാക്കപ്പെട്ടു.
പകരം VM സുധീരൻ ഹൈക്കമാൻഡ് പിന്തുണയോടെ അധ്യക്ഷനായി. പിന്നീട് മന്ത്രിസഭാ പുനഃസംഘടന നടന്നേക്കുമെന്ന ഘട്ടത്തിൽ സ്പീക്കർ സ്ഥാനത്തു നിന്നും GK രാജിസന്നദ്ധത അറിയിച്ചു. സജീവ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങാനുള്ള തീവ്രമായ ആഗ്രഹമായിരുന്നു പാർട്ടി അറിയിച്ചത്. ഇതും അംഗീകരിക്കപ്പെട്ടില്ല. നേതൃശേഷിയിൽ ആർക്കും ഒരിക്കലും പിന്നിലല്ലായിരുന്നുവെങ്കിലും രാഷ്ട്രീയ കണക്കുകൂട്ടലുകൾ GKയുടെ കാര്യത്തിൽ പലപ്പോഴും പിഴച്ചു. കരുണാകരനൊപ്പം നിന്നപ്പോൾ ഐ ഗ്രൂപ്പിലെ അവസാന വാക്ക്. ഇന്നത്തെ നേതാക്കളിൽ പലരും കരുണാകരന്റെ വിശ്വസ്തർ മാത്രമായിരുന്നപ്പോൾ GK ലീഡറുടെ ഉപദേശകനായി. ആന്റണി ഉടഞ്ഞ വിഗ്രഹമാണെന്ന GKയുടെ പ്രസംഗം കോൺഗ്രസ് രാഷ്ട്രീയത്തെ പ്രകമ്പനം കൊള്ളിച്ചു. ആരാലും ചോദ്യം ചെയ്യപ്പെടാതെ നിന്ന ലീഡറെ തിരുത്തൽവാദവുമായി ആദ്യം ചോദ്യം ചെയ്തതും GK ആണെന്നത് ചരിത്രം. തിരുത്തൽവാദികളുടെ കരുണാകര വിരുദ്ധ പ്രചാരണത്തിൽ ക്രൗഡ് പുള്ളറും G കാർത്തികേയനായിരുന്നു. രാഷ്ട്രീയത്തിനു പുറമെ സിനിമയോടും പുസ്തകങ്ങളോടും ആഭിമുഖ്യം പുലർത്തി. ഏതാൾക്കൂട്ടത്തിനിടയിലും സ്വയം ഏകാഗിയായി. നിർണായകമായ നിയമസഭാ സമ്മേളനത്തിനിടെ അത്തരമൊരു ഏകാന്തതയിലേക്ക് GK മടങ്ങുന്നു. MR സജീഷ്, തിരുവനന്തപുരം. അദ്ദേഹത്തിന്റെ മൃതദേഹം സ്പീക്കറുടെ ഔദ്യോഗിക വസതിയിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. വിവരങ്ങൾ നൽകാൻ ജിതിൻ ചന്ദ്രനുണ്ട് നമുക്കൊപ്പം. ജിതിൻ, മറ്റു വിവരങ്ങൾ കൂടി. അരുൺ, വൈകിട്ട് 6:45 G കാർത്തികേയൻ്റെ ഔദ്യോഗിക വസതിയായിരുന്ന നിയമസഭാ സമുച്ചയത്തിനകത്ത് നീതിയിൽ ആരംഭിച്ച പൊതുദർശനം ഇപ്പോഴും തുടരുകയാണ്. ഒട്ടേറെ പേരാണ് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാനായി ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വൈകിട്ട് 5:20 തിരുവനന്തപുരത്ത് എത്തിച്ച അദ്ദേഹത്തിൻ്റെ മൃതദേഹം വിലാപയാത്രയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയായ നീതിയിലെത്തിച്ചത്. അപ്പോൾ മുതൽ തന്നെ ഒട്ടേറെ പേരാണ് ഇങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, KPC അധ്യക്ഷൻ VM സുധീരൻ, മന്ത്രിമാർ, MLA മാർ, മറ്റ് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങി സമൂഹത്തിൻ്റെ നാനാതുറകളിൽ നിന്നുള്ള നൂറുകണക്കിന് പേർ ഇതിനകം തന്നെ ഇവിടെ എത്തി അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് മടങ്ങിക്കഴിഞ്ഞു. ആ ജനപ്രവാഹം ഇപ്പോഴും തുടരുകയാണ്. നീതിയിലെ പൊതുദർശനം നാളെ രാവിലെ 9 മണി വരെ തുടരും. അപ്പോഴൊക്കെ ഈ ജനപ്രവാഹം തുടരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം 9 മണിക്ക് ശേഷം നിയമസഭാ സമുച്ചയത്തിനകത്തെ മെമ്പേഴ്സ് ലോഞ്ചിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം മാറ്റും. പിന്നീട് 9 മുതൽ 10 വരെ അവിടെയായിരിക്കും പൊതുദർശനം. തുടർന്ന് 10 മണിക്ക് സെക്രട്ടേറിയറ്റിനകത്തെ ദർബാർ ഹാളിലേക്കും അതിനുശേഷം 11 മണിയോടുകൂടി KPC ആസ്ഥാനമായ ഇന്ദിരാഭവനിലേക്കും അദ്ദേഹത്തിൻ്റെ മൃതദേഹം മാറ്റും. അവിടെയെല്ലാം പൊതുദർശനത്തിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. തുടർന്ന് 12 മണിക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ആര്യനാട്ടേക്ക് കൊണ്ടുപോകും. ആര്യനാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മൃതദേഹം പൊതുദർശനത്തിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. 12:30 മുതൽ 3:30 വരെ ആയിരിക്കും അവിടുത്തെ പൊതുദർശനമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. തുടർന്ന് 4 മണിക്ക് ശാസ്തമംഗലത്തെ അദ്ദേഹത്തിൻ്റെ സ്വവസതിയായ അഭയയിലേക്ക് മൃതദേഹം എത്തിക്കുകയും അവിടെ പൊതുദർശനമുണ്ടാവും. തുടർന്നാണ് അവിടെ വെച്ചായിരിക്കും അന്ത്യകർമ്മങ്ങളും നടക്കുക. തുടർന്ന് തൈക്കാട് ശാന്തി കവാടത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊണ്ടുപോവുകയും സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളടക്കം സമർപ്പിക്കുക. അവിടെ നിന്നായിരിക്കും 6:30 അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാം, വലിയൊരു ജനപ്രവാഹമാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയക്രമമെല്ലാം തെറ്റാനുള്ള സാധ്യത വളരെയധികം നിലനിൽക്കുന്നു. നിയമസഭാ സമുച്ചയത്തിനകത്തെ പൊതുജനങ്ങൾക്ക് പ്രവേശിക്കാനുള്ള എല്ലാ നിയന്ത്രണങ്ങളും എടുത്തു മാറ്റിക്കൊണ്ടാണ് ഈ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ പൊതുജനങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. അതുപയോഗിച്ചുകൊണ്ട് തന്നെ നൂറുകണക്കിന് ആളുകളാണ് ഇങ്ങോട്ട് നിലവിൽ എത്തിച്ചേർന്നത്. ആ ജനപ്രവാഹം ഇപ്പോഴും തുടരുകയാണ്. അരുൺ, ജിതിൻ ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. സ്പീക്കർ G കാർത്തികേയന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സോണിയാഗാന്ധിയും ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ അനുശോചിച്ചു. ആദർശത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നേതാവായിരുന്നു കാർത്തികേയനെന്ന് KPCC അധ്യക്ഷൻ VM സുധീരൻ പറഞ്ഞു. ഉന്നത മൂല്യങ്ങൾ കാത്തുസൂക്ഷിച്ച നേതാവിനെയാണ് നഷ്ടമായതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അനുശോചിച്ചു. അടുത്ത വ്യക്തിബന്ധമുള്ള നേതാവായിരുന്നു G കാർത്തികേയനെന്ന് CPM പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പറഞ്ഞു. ശ്രീ കാർത്തികേയന്റെ ഈ വേർപാട് കേരളത്തിൻ്റെ പൊതുജീവിതത്തിന് ഉണ്ടായ വലിയൊരു നഷ്ടമാണ്. ആത്മാർത്ഥതയുള്ളൊരു പൊതുപ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ വേദനിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഭാര്യയോടും സുലേഖയോടും മക്കളോടുമെല്ലാം ഞാൻ എൻ്റെ അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുന്നു. പാർട്ടിക്ക് അതുപോലെ കേരളത്തിലെ രാഷ്ട്രീയ സമൂഹത്തിന് ഉണ്ടായ ഒരു വലിയ നഷ്ടമാണ്. കേരള രാഷ്ട്രീയ രംഗത്ത് ഉയർന്നു നിന്ന ഒരു നേതാവിനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. കേരള നിയമസഭയ്ക്ക് വലിയ നഷ്ടമാണ് കാർത്തികേയൻ്റെ നിര്യാണം ഉണ്ടാക്കിയത്. കോൺഗ്രസിലെ വിശുദ്ധിയുടെ മുഖമായിരുന്നു G കാർത്തികേയൻ. വളരെ
അടുത്ത വ്യക്തിബന്ധം പുലർത്തിയ ഒരു കോൺഗ്രസ് നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം. തീർത്തും സംസ്കാര സമ്പന്നനായ ഒരു രാഷ്ട്രീയ നേതാവിന് ചേർന്ന തരത്തിലുള്ള സമീപനമായിരുന്നു എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം സ്വീകരിച്ചു പോന്നിരുന്നത്. കാർത്തികേയൻ നിര്യാണം പൊതുപ്രവർത്തക രംഗത്ത് മാന്യത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അദ്ദേഹത്തെ പോലെ മാന്യനായ സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ്റെ വേർപാട് നമ്മുടെ നാട്ടിലൊരു വലിയ നഷ്ടമാണ്. വളരെ സമർത്ഥനും സൽസ്വഭാവിയും അതുപോലെ തന്നെ മറ്റു മനുഷ്യരെ ബഹുമാനിക്കുന്ന ആളുമൊക്കെ ആയിരുന്നു. ഏതായാലും കേരളത്തെ സംബന്ധിച്ച് വലിയ നഷ്ടമാണ് വരുത്തി വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വേർപാടിലുള്ള ദുഃഖം ഞാൻ അറിയിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികളെയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും എല്ലാവരെയും അറിയിക്കുന്നു. കേരള കോൺഗ്രസിനും എനിക്കുമുള്ള അനുശോചനം അറിയിക്കുന്നു. എല്ലാവരുടെയും ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു. താൻ തന്നെ ബജറ്റ് അവതരിപ്പിക്കുമെന്ന് KM മാണി. കോട്ടയത്താണ് മാണിയുടെ പ്രതികരണം. വെറുതെ പിള്ളേരെ ഈ പാവപ്പെട്ട പ്രവർത്തകരെയൊന്നും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരരുതെന്ന എനിക്ക് പറയാനുള്ള മാർക്സിസ്റ്റ് പാർട്ടിയോട് അവരെ നിരാശരാക്കണേ. പാവപ്പെട്ട പ്രവർത്തകർ അവരെ കാശും കൊടുത്ത് വണ്ടി കയറ്റി കൊണ്ടുവരിക. എന്തോ ഉണ്ടാവും. ബഡ്ജറ്റ് അവതരിപ്പിക്കില്ല, അത് കാണാൻ വരാനായി പറയുന്നത്. പക്ഷേ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയും ചെയ്യും. അവർ നിരാശരായി പോവേണ്ടി വരും. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി ദൈവത്തെ ഓർത്ത് ഈ പാവപ്പെട്ട പിള്ളേരെ ഒന്നും ചതിക്കരുത്, വഞ്ചിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ബഡ്ജറ്റ് അവതരിപ്പിക്കുക, അത് ബഡ്ജറ്റ് അവതരിപ്പിക്കും. ചന്ദ്രബോസ് കൊലക്കേസുമായി ബന്ധപ്പെട്ട് PC ജോർജ് നൽകിയ CD-ന്മേൽ DGPക്കെതിരെ അന്വേഷണമില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. നിയമസഭയിൽ മാണി തന്നെ ബജറ്റ് അവതരിപ്പിക്കും. ഇടതുപക്ഷത്തിന്റെ സമരം ജനാധിപത്യ വിരുദ്ധമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇതിനകത്തൊന്നുമില്ല. എന്താ ഉള്ളത്? എന്തിന്? യാതൊരു സംശയവുമില്ല. ഇത് ഭൂരിപക്ഷമുള്ള ഗവൺമെന്റാണ്, പ്രതിപക്ഷ നേതാവാണ് ഇത് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞ് എഴുതി തന്നത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതനുസരിച്ചാണ് വിജിലൻസ് അന്വേഷണത്തിന് ഓർഡർ ഇട്ടത്. എന്നിട്ട് ആ അന്വേഷണത്തിൻ്റെ ഇത് കാത്തിരിക്കാതെ അവർ ഇതുപോലുള്ള നിലപാട് സ്വീകരിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നടപടികളാണ്. ആ നടപടികൾ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും. നിസാമിനെതിരെ കാപ്പ ചുമത്തുമെന്ന് ആഭ്യന്തരമന്ത്രി. കേസിൽ മാധ്യമ വിചാരണ വേണ്ടെന്നും രമേശ് ചെന്നിത്തല. നിസാമിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. ചന്ദ്രബോസ് മരിച്ച ശേഷം തൃശൂരിലെത്തിയ ആഭ്യന്തര വകുപ്പ് മന്ത്രി 2 ദിവസത്തിനകം നിസാമിനെതിരെ കാപ്പ നിയമം ചുമത്തുമെന്നായിരുന്നു അറിയിച്ചത്. 2 ആഴ്ച പിന്നിട്ടിട്ടും നടപടിയുണ്ടായിട്ടില്ല. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ട് ജില്ലാ കളക്ടർ MS ജയക്ക് ലഭിച്ചിട്ടും ദിവസങ്ങൾ കഴിഞ്ഞു. ഇനിയും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുണ്ടെന്നാണ് രമേശ് ചെന്നിത്തല അറിയിച്ചത്. ഇന്ന് ഞാൻ 1-2 മാധ്യമങ്ങളിൽ കണ്ടു കാപ്പ നിയമം വൈകുകയല്ല, ഇതിനൊക്കെ ചില നടപടിക്രമങ്ങളുണ്ട്. നാളെ രാവിലെ കാപ്പ ചുമത്താൻ പറ്റില്ല. ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ മാത്രമേ അത് ചെയ്യാൻ കഴിയുള്ളൂ. പബ്ലിക് പ്രോസിക്യൂട്ടറെ വൈകുന്നു എന്ന് പറയുന്നത് ശരിയല്ല. അതിന്റെ ഫയല് എനിക്ക് വന്ന് ഞാനത് മുഖ്യമന്ത്രിക്ക് കൊടുത്താൽ മാത്രമേ അത് വരികയുള്ളൂ. ഇതിനൊക്കെ ഓരോ നടപടിക്രമങ്ങൾക്കും അതിൻ്റെതായ സമയമെടുക്കും. കുറ്റമറ്റ രീതിയിൽ അത് ചെയ്യേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് കാപ്പ ചുമത്തുന്ന നടപടികൾ ഉടനടി അത് പൂർത്തീകരിക്കും. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വെക്കും. ഈ കേസ് അട്ടിമറിക്കാൻ ആരെയും സമ്മതിക്കില്ല. അതുകൊണ്ട് ജനങ്ങൾക്ക് ഞാൻ പൂർണ്ണമായി ഉറപ്പ് നൽകുകയാണ്, ഒരു വിധത്തിലുമുള്ള കേസ് അട്ടിമറിക്കാൻ ഒരു വിധത്തിലും അനുവദിക്കുന്നതല്ല. പ്രതിക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ദയവായി എനിക്ക് മാധ്യമങ്ങളോടൊരു അഭ്യർത്ഥനയുണ്ട്. ഈ ഒരു മാധ്യമ ട്രയൽ ഈ കാര്യത്തിൽ ഉണ്ടാകുന്നത് പലപ്പോഴും പ്രതിക്ക് ഗുണകരമായി മാറുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്നാണ് എന്റെ അഭ്യർത്ഥന. ജില്ലാ മജിസ്ട്രേറ്റിന്റെ അധികാരമുള്ള ജില്ലാ കളക്ടറാണ് കാപ്പ നിയമം ചുമത്തുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത്. അടുത്തയാഴ്ചയെ തീരുമാനമെടുക്കാൻ കഴിയൂ എന്നാണ് കലക്ടർ അറിയിച്ചത്. ഉന്നത രാഷ്ട്രീയ സമ്മർദ്ദമാണ് കാപ്പ ചുമത്തൽ വൈകാൻ ഇടയാക്കുന്നതെന്നും അട്ടിമറിക്ക് സാധ്യതയുണ്ടെന്നും ചന്ദ്രബോസിന്റെ കുടുംബം ആരോപിക്കുന്നു. അതേസമയം മുഹമ്മദ് നിസാമിന്റെ ജാമ്യാപേക്ഷ തൃശൂർ ജില്ലാ സെഷൻസ് കോടതി തള്ളി. ന്യൂസ് ബ്യൂറോ, തൃശൂർ.